പയ്യന്നൂർ പാർട്ടിയിൽ ഫണ്ട് തട്ടിപ്പാരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയെങ്കിലും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനാണ് ഇപ്പോൾ CPM ശ്രമം. അതിനായാണ് പി ജയരാജനെ തന്നെ നേരിട്ട് രംഗത്തിറക്കിയത്. ഇന്നലെ പി ജയരാജൻ പയ്യന്നൂർ ഏരിയയിലെ വെള്ളൂർ ലോക്കലിലെത്തി വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചു. നേരത്തെ കുഞ്ഞികൃഷ്ണനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് പി ജയരാജൻ. ഈ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ പ്രസന്നൻ എന്നയാളുടെ ബൈക്ക് കത്തിച്ചിരുന്നു. അയാളുടെ വീട്ടിലും പി ജയരാജൻ എത്തി. ഒപ്പം വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന പ്രദേശത്തെ പല CPM മുതിർന്ന നേതാക്കളുടെ വീട്ടിലും പി ജയരാജൻ സന്ദർശനം നടത്തുകയുണ്ടായി. എന്നാൽ കുഞ്ഞികൃഷ്ണൻ താൻ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. TI മധുസൂദനൻ ക്രിമിനൽ സംഘങ്ങൾക്ക് താങ്ങും തണലും നൽകുന്നു എന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. ക്രിമിനൽ സംഘം ഈ പുതിയ കാലത്ത് തെറ്റായ നിലയിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഘം വളർന്നു വന്നിട്ടുണ്ട്. അവർക്ക് താങ്ങും തണലും നൽകുന്ന ആളുകളുണ്ട്. MLA ഉൾപ്പെടെ അവർക്ക് താങ്ങും തണലും നൽകുന്നതാണ്. വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ തീരുമാനം ഇന്നലെ ഏരിയ കമ്മിറ്റിയിലും പയ്യന്നൂർ ഏരിയയ്ക്ക് കീഴിലെ ലോക്കലിലും ജനറൽ ബോഡി യോഗങ്ങളിൽ വിശദീകരിച്ചു. എന്നാൽ രാമന്തളി അടക്കം ചില ലോക്കലിൽ ഈ തീരുമാനം അംഗീകരിക്കപ്പെടേണ്ടതല്ല, ഈ തീരുമാനത്തോട് തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് ചില അംഗങ്ങൾ അറിയിച്ചു. പക്ഷേ പാർട്ടി തീരുമാനത്തിന് ഒപ്പം നിൽക്കാനാണ് മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും തീരുമാനം. അതുകൊണ്ട് ഒരു പരസ്യ പ്രതികരണം ഇതിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിനിടയിലാണ് പയ്യന്നൂർ MLA TI മധുസൂദനന്റെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. MLA രാജിവെക്കണമെന്നും ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച്. MLA ഓഫീസിന് സമീപത്ത് വെച്ച് മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. നേരത്തെ മാർച്ചിൽ പല സംഘർഷങ്ങളും നടന്നതുകൊണ്ട് വൻ പോലീസ് സന്നാഹത്തെയാണ് പയ്യന്നൂരിൽ നിയോഗിച്ചത്. പയ്യന്നൂരിൽ നിന്നും ജോം TK ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.